ശ്രീധരൻ, രണ്ട് കാര്യം MLA പറഞ്ഞത്. ഒന്ന്, അടുത്ത 1 മണിക്കൂർ വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്തുമോ ഇല്ലയോ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ, ആ ആകാംക്ഷയിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. 2, സൈന്യം എത്തുമെന്ന് പറയുന്നു. എത്ര മണിയോടുകൂടി സൈന്യം എത്താനാണ് സാധ്യത? ഇനിയും താമസം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തടസ്സം അതിന് നേരിടുന്നുണ്ടോ? ഇല്ല, തടസ്സമില്ല. ഇതൊരു ലെവലായതിനു ശേഷം, അതായത് മണ്ണ് നീക്കുന്ന നടപടികളിൽ ഒരു ലെവലാവുന്നതിന് മുൻപേ സൈന്യം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഏകദേശം ഒരു 10 മണിയോട്, നേരത്തെ 9 മണിക്ക് എത്തുന്നതാണ് അറിയുന്നത്. പക്ഷേ ബൈ റോഡ് സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റിന് പല ഭാഗത്തും ഇവിടേക്കുള്ള വഴികൾ പലതും തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഒരു സമാന്തര പാതയിലൂടെ സൈന്യം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിലേതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ ഉള്ളിൽ അത് നിർണായകമാണ്. ഇപ്പോൾ ആ മണ്ണ് മാറ്റുന്ന ചുവന്ന കൈയുള്ള JCB ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഹിറ്റാച്ചി ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, മണ്ണ് മാറ്റുന്ന ഭാഗത്ത് ഏതാണ്ട് ഒരു ഭാഗത്ത് റോഡിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് അല്ലെങ്കിൽ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഭാഗം ഉണ്ടാവുക. ഏതായാലും അതിനുള്ള നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ, അല്ലെങ്കിൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലേതായാലും ആ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റഡാറിൽ കാണിച്ച ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന, ആ സിഗ്നൽ കാണിച്ച സ്ഥലത്താണ് പരിശോധനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പോളിൻ്റെ, ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, ആ പോളിൻ്റെ വശങ്ങളിൽ നിന്നുള്ള മണ്ണ് നീക്കൽ ഏതാണ്ട് വളരെ വേഗത്തിൽ, നമ്മൾ നിന്ന ഏതാണ്ട് 8:30 കൂടിയാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് അകത്തേക്ക് വന്നത്. ആ സമയത്ത് നോക്കിയാൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വൈകാതെ മനസ്സിലാവും. അല്ലെങ്കിലാണ് അവിടെ നിന്ന് നമുക്ക് ലോറിയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് തൊട്ടപ്പുറത്തുള്ള നേരെ ഓപ്പോസിറ്റുള്ള ആ ഭാഗത്തേക്ക് ഈ പരിശോധന മാറ്റുക. ഏതായാലും ആ ഭാഗത്തുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റു ഭാഗങ്ങളിലേക്ക് ഈ മാർക്ക് ചെയ്ത് പരിശോധിക്കുന്നതിലേക്കൊക്കെ പോവുക. ഏതായാലും അങ്ങനെ വന്നാൽ ആ ഭാഗത്തു കൂടി റഡാർ വെച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഈ റഡാറിൽ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം നമുക്ക് ലഭ്യമായത്. ഏതായാലും അതിന് ശേഷം ആ ഭാഗം കൃത്യമായി 4 വശത്തും പോളുകൾ കെട്ടി മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ തിരച്ചിൽ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ആരംഭിച്ച പിന്നാലെയാണ് മഴ ശക്തമായത്. അതോടുകൂടി തന്നെ തിരച്ചിൽ ദുഷ്കരമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഏതായാലും വൈകാതെ തന്നെ ഈ ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ നീക്കി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 7:15 കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്, ഈ ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുന്നത്. ഇപ്പോഴും ആ പോളിന് സമീപം നമ്മൾ നോക്കിയാൽ അവിടെ ലോറി കിടക്കുന്നതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ കാര്യമായി നമുക്ക് തെളിമയോടെ കിട്ടാത്തത്. നോക്കിയാൽ ആ മണ്ണ് മാറ്റുന്നതിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അത് മണ്ണ് ഇടിയുന്നതിന് കാരണമാകാൻ സാധ്യത വളരെ അധികമാണ്. ഏതായാലും ആ ഭാഗത്തുള്ള മണ്ണ് നീക്കൽ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്ന ആ ചുവന്ന കൈയുള്ള ഹിറ്റാച്ചി കൊണ്ട്, അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നത്. അതിനടിയിൽ ലോറി ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനം തന്നെ ഇന്നലെ റഡാറിൽ വളരെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സെൻസിങ് നമുക്കവിടെ നിന്ന്, സിഗ്നൽ നമുക്കവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനാലാണ് ആ പ്രദേശം നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു കർവാണ് ആ ഭാഗം, അതായത് റോഡിൻ്റെ ഒരു ഘടന എടുത്താൽ ഒരു ചെറിയ കർവാണ് ആ ഭാഗം, തണലുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവിടെ ലോറി നിർത്താനുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്ത് ഇന്നലെ റഡാർ ഉപയോഗിച്ച് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു 15 മീറ്റർ ചുറ്റളവിലാണ് ഈ GPS സിഗ്നലും അവസാനമായി കാണിച്ചത്. ഇതെല്ലാം കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ പോള് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഏതായാലും പരിശോധനകൾ വളരെ കാര്യക്ഷമമായി പോകുന്നു. നേരത്തെ പൂജ ചോദിച്ച പോലെ തന്നെ ഇനി അറിയാനുള്ളത് സൈന്യം എപ്പോഴെത്തും, അവർ വന്നാൽ അവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്.
പറയാനുള്ളത്. ഏതായാലും ഈ ദുരന്തമുഖത്തൊക്കെ വളരെയധികം പരിചയമുള്ള ആളുകളാണ് സൈന്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വന്നു കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ ഇപ്പോൾ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ദ്രുതഗതിയിൽ അത് പുറത്തേക്ക് എടുക്കാനും അർജുനെ പുറത്തേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും എന്നുള്ള കാര്യം ആണ് പറയാനുള്ളത്. ഏതായാലും സൈന്യത്തിൻ്റെ വരവിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 8 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നിലവിൽ അതിൻ്റെ നടപടികൾ വളരെ വേഗത്തിൽ പോകുന്നു. MLAയുടെ കൂടി പ്രത്യേക താല്പര്യം ഈ സമയത്ത് MLAയുടെ കൂടി പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് നടപടികളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ രഞ്ജിത്തിനെ ഈ രംഗത്ത് പ്രവർത്തിച്ച് വളരെയധികം പരിചയമുണ്ട്. ആ രഞ്ജിത്തിൻ്റെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഏകോപനത്തിലൊരു പോരായ്മ അല്ലെങ്കിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് രഞ്ജിത്ത് എത്തുന്നത്. രഞ്ജിത്തിന് ഇതിനു മുൻപ് നിരവധി ഈ ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള പരിചയമൊക്കെ ധാരാളമുണ്ട്. അതിനാൽ തന്നെ ഈ രഞ്ജിത്ത് കൂടി വന്നതോടുകൂടി ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ദിശ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് അവരുടെ കൂടി നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ആ ഭാഗത്ത് പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് ഫലം കാണും. ഇപ്പോൾ നമുക്ക് കാണാം മണ്ണെടുക്കുന്ന ഭാഗത്ത് നിന്ന് കൂടുതൽ മണ്ണ് ഇങ്ങനെ ഇളകി വീഴുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും നനഞ്ഞ മണ്ണാണ്, വാട്ടർ കണ്ടന്റ് വളരെ കൂടിയ മണ്ണാണ്. അതിനാൽ തന്നെ അങ്ങനെ മണ്ണ് ഇടിയാനുള്ള സാധ്യത വളരെ അധികമാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. നിലവിൽ SDRFിൻ്റെ സംഘമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഏതാണ്ട് 1 മണിക്കൂറാണ് MLA പറഞ്ഞത്. ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു റിസൾട്ട് ഇക്കാര്യത്തിൽ കിട്ടും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജിതിനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അർജുൻ്റെ ബന്ധു ജിതിൻ പോലീസുമായി എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിന് ഇതിൻ്റെ പ്രതികരണം ലഭ്യമാക്കും. ഏതായാലും തൊട്ടപ്പുറത്ത് രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ സഹായികളൊക്കെയുണ്ട്. അത് NDRF സംഘം അവിടെ ജാഗരൂകരായിട്ടുണ്ട്. ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കാര്യമായി തന്നെ മണ്ണ് മാറ്റുന്ന നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് നമുക്കൊരു നേരിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു സ്ഥിതിയും ഇവിടെയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് ആകാശം നോക്കിയാൽ തന്നെ മേഘാവൃതമാണ്, ഇരുട്ടടച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നിൽക്കുന്നത് അപകട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിലവിലേതായാലും ഈ മണ്ണ് മാറ്റുന്ന നടപടികൾ വിവിധ ഭാഗങ്ങളിലായി പുരോഗമിക്കുന്നു. ഈ മണ്ണ് മേലിൽ നിന്ന് ഇടിഞ്ഞ് വന്ന ഭാഗങ്ങളെ ഒരു 4 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ഇപ്പോൾ പരിശോധനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ മാർക്ക് ചെയ്ത ഇന്നലെ സിഗ്നൽ കിട്ടിയ ആ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് മണ്ണ് മാറ്റിയാൽ അവിടെ ഒരുപക്ഷെ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ വന്നതിൽ നിന്നും ഏറെ മുന്നിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി മുന്നോട്ട് കൂടെ പോയിട്ടുണ്ട്. ഏതായാലും അവിടെ കൃത്യമായി ആ സെൻസ് ചെയ്ത സ്ഥലത്ത് നമുക്ക് കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു IRBയുടെ ആ ലോറി കിടക്കുന്ന ഭാഗത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു. അതിനപ്പുറത്ത് അല്പം തണൽ മരങ്ങളുണ്ടായിരുന്നു. ഇവിടെയൊക്കെയാണ് അന്ന് പുലർച്ചെ അർജുൻ വണ്ടി നിർത്തിയിട്ടത്. വണ്ടിക്കുള്ളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വണ്ടിയുടെ എൻജിൻ 4ാം നാളിലും ഓണായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം. ഏതായാലും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം അതാണ്. ഭാരത് ബെൻസിൻ്റെ ആളുകൾ പറയുന്നതനുസരിച്ച് മണ്ണ് ഇതിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ
കുറവാണ് എന്നുള്ള കാര്യം പറയുന്നു. ഏതായാലും അർജുൻ വളരെ കാലമായി ഈ ലോറിക്കുള്ളിലൊക്കെ ലോറിയുമായി പല റൂട്ടിൽ പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പല വെല്ലുവിളികൾ നേരിട്ട് മുൻപരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർവൈവ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളുമൊക്കെ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഏതായാലും ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ മാത്രമല്ല മലയാളക്കര ഒന്നാകെ കാത്തിരിക്കുന്നതും. ഏതായാലും വലിയ തോതിൽ ഉള്ള നടപടികൾ രക്ഷാപ്രവർത്തനമൊക്കെ ഈ 6ാം ദിവസവും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്.